അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണിയാണ്. കുടുക്കാച്ചി ബിരിയാണിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചെമ്പിൽ ഉണ്ടാക്കുന്നതിന് പകരം കുടുക്കയിൽ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സായനോരൻ്റെ പാട്ട് കേട്ടപ്പോൾ തൊട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു ബിരിയാണിയാണ്. അത് ഇന്നാണ് സാധിച്ചത്. അപ്പോൾ ഫ്രൈഡേ സ്പെഷ്യലായിട്ട് കുടുക്കാച്ചി ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഏത് അരി വെച്ചിട്ടും ഏത് മീറ്റ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് സാധാരണ നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ മസാലയൊക്കെ കുടുക്കയിലാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറ് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു കുടുക്കയിൽ തന്നെ ദം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല തൈര് കച്ചമ്പറും കാന്താരി ഇട്ടിട്ടുള്ള മാങ്ങ അച്ചാറും കൂട്ടിയിട്ട് ഈ ഒരു ബീഫ് ബിരിയാണി തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാമിൻ്റെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ചെല്ലാം കൊട്ടോട് കൂടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പം ഞാനിപ്പം ബിസ്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ഉള്ളി നേർമയായി കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തതാണ്. കുറച്ച് ഓയിലും RKGയും മിക്സ് ആക്കിയിട്ട് അങ്ങനെയാണ് ഈ ഉള്ളി പൊരിച്ചെടുത്തത്. ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിലങ്ങനെ കാണിക്കാത്തത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മീസും പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടെ ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിപ്പം മീഡിയം സൈസിലുള്ള ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10ഓളം പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയിൽ വഴറ്റാനായിട്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട്, 2 സവാള നേർമയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ബിരിയാണി ഇല എടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും കൂടെ തന്നെ വേണ്ടത് കുറച്ച് സ്പൈസസ് വേണം, ഓയിൽ, നെയ്യ്. അതുപോലെ തന്നെ ഈ ഒരു മസാലയിൽ ഞാൻ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിപ്പം മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പം മസാല കുടുക്കയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പം കുടുക്ക നന്നായി ചൂടായി വന്നപ്പം അതിലേക്ക് ഉള്ളി പൊരിച്ചിട്ടുള്ള കുറച്ച് ഓയിലുണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലും നെയ്യും മിക്സാക്കിയിട്ടാണ് ഞാൻ ഉള്ളി പൊരിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു നെയ്യിൽ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ അങ്ങോട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് പൊട്ടിക്കാം. ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബേ ലീഫും ബിരിയാണി ഇലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേ ലീഫ് ഞാനിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്നങ്ങ് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. സവാളയൊന്നും ഒരുപാട് വേണ്ട. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബീഫിനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് 2 സവാള അരിഞ്ഞതും 3 തക്കാളിയുമാണ് എടുത്തത്. പിന്നെ ഒരു 2 ഉള്ളി വേറെ തന്നെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ 4 ഉള്ളിയാണ് ഞാൻ ഈ ഒരു ബിരിയാണിക്ക് എടുക്കുന്നത്. ഇനി ഈ സവാള നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മൊത്തത്തിലുള്ള ഉപ്പ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരാൻ തോന്നുവാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആവാനായിട്ട് ഞാനിപ്പോൾ ഒരു മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാം. ബീഫാണ് മസാല ഉണ്ടാക്കുന്നത്, അപ്പോൾ ബീഫിനൊരു വേവൊക്കെ ഉണ്ടാവും. ഈ ബീഫ് വേവുന്ന കണക്കിന് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങ് വഴന്ന് വന്നോളും. എന്നാലും ആ എണ്ണയിൽ കിടന്നിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടി കിട്ടുമ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ സവാള ഇപ്പോൾ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിലേക്ക് 10 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ എരിവ് കണക്കാക്കിയിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഈ ഒരു മസാലയിൽ ഉണ്ടാവുള്ളൂ. ഞാനിപ്പം കുരുമുളകോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പം അതിന് കണക്കായിട്ട് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമുളക് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഒരു മിനിറ്റോളം ഒന്നങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും മൂടി തുറന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പം കുടുക്കയിലായതുകൊണ്ട് ബീഫ് വേവാൻ ഇത്തിരി സമയമെടുക്കും, കുറച്ചധികം സമയമെടുക്കും. നമ്മൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് വന്നോളുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൂടെ നോക്കിയിട്ട് നേരത്തെ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നങ്ങ് മൂടി തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി ഇപ്പോൾ അത്യാവശ്യം ഒന്നങ്ങ് ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് പിന്നെ ബീഫ് വേവുമ്പം എല്ലാം കൂടി അങ്ങ് വെന്തോളും. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീഫ് നന്നായിട്ടൊന്നങ്ങ്
ഈ ഒരു തക്കാളിയിലും ഉള്ളിയിലും ഒക്കെ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇപ്പം ബീഫ് നന്നായിട്ട് എല്ലാത്തിലും അങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്, നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. പക്ഷേ ഇങ്ങനെ നമ്മൾ മൺചട്ടിയിൽ കുടുക്കയിലൊക്കെ വെക്കുമ്പം വെള്ളം വറ്റിയിട്ടാണ് വെന്ത് വരിക. അത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേവുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഞാൻ ആ മിക്സി കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബീഫ് വേവാനായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്തായാലും ഒരു അരമണിക്കൂറിലും കൂടുതൽ, ഒരു 40 മിനിറ്റ് 50 മിനിറ്റെങ്കിലും നമ്മൾ ഈ ബീഫ് ഇങ്ങനെ വേവാനായിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മളിത് വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും, ചട്ടിയല്ലേ, അപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബീഫ് അവിടെ വേവുന്ന സമയത്ത് തന്നെ ഞാനിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറ് ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം സാധാരണ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ജീരകശാല അരി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ബസ്മതി അരി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ 2 മെത്തേഡിലുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതും ഞാൻ റെസിപ്പി കാണിച്ചതാണ്. അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതരിയാണോ വേണ്ടത് അതെടുത്താൽ മതി. അപ്പം ഞാനിപ്പം അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ അരിയാണ്, ചെറിയ മണി അരിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം RKG ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി പൊരിച്ചപ്പോഴുള്ള കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. മസാലയൊക്കെ ഇട്ടിട്ട് ബാക്കി വന്ന ഓയിൽ ഞാനിപ്പം ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടായി വന്ന ഓയിലിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇടണ്ട. അപ്പോൾ ഈ സ്പൈസസിൻ്റെയൊക്കെ അളവ് കൂടിയാലും നെയ്ച്ചോറിനൊരു വല്ലാത്ത ചൊയ ഉണ്ടാവും, വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ 2 എണ്ണം വെച്ചിട്ടൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അരമുറി സവാളയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പം നേർമയായി നീളത്തിൽ അരിഞ്ഞ സവാളയാണ് അത്. ഞാൻ ഓൾറെഡി സവാള പൊരിച്ച എണ്ണ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഉള്ളി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് സവാള ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് വെള്ളം തിളക്കാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഞാൻ നേരത്തെ കഴുകിയിട്ട് വെള്ളം ഊറാനായിട്ട് അരിപ്പയിലിട്ട് വെച്ചതാണ്. അപ്പോൾ അരി ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഈ അരി നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അരമുറി നാരങ്ങ നീരങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചോറ് ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. പിന്നെ ആ ഒരു ടേസ്റ്റ്, ഒരു ചെറിയൊരു പുളിപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് മസാലയിൽ ചേർക്കാനുള്ളത് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ മസാല ഇപ്പം കുറച്ചൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ട് കാണാനേ ഇല്ലാത്ത രീതിയിലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് ഇതിൽ നിന്നൊന്ന് വെന്തോന്ന് നോക്കണം. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചോറ് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ദമ്മിട്ട് കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറൊന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, എന്നാലും അങ്ങനെ ഫുള്ളായിട്ട് കുക്കായിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ചോറ് കുറച്ചും കൂടെ വേവാനുണ്ട്. ആ വേവ് ഇനി നമുക്ക് ഒന്ന് ഇതിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് പിന്നെ ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ളതങ്ങ് കുക്കായിക്കോളും. അപ്പോൾ 5 മിനിറ്റ് വെച്ചതിന് ശേഷം ചോറ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ മസാല എന്തായി നോക്കാം. ബീഫ് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് ആ ചോറാകുന്നത് വരെ ഒന്നങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ആ ഒരു തക്കാളീൻ്റെ പുളിപ്പിൻ്റെ കൂടെ തൈരിൻ്റെ പുളിപ്പും കൂടെ വരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഇട്ടപ്പം നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടേ ഇല്ല, പക്ഷെ അതിൻ്റെ ആ ഒരു കളറ് കണ്ട നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ബിസ്ത, അതൊരു 1/4 ഭാഗത്തോളം അങ്ങ് ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് ഗാർണിഷിങ്ങിനും ദം ചെയ്യുമ്പോഴും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ബിസ്ത ഒരിക്കലും നമ്മൾ പൊരിച്ചെടുക്കുമ്പം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റണം. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൈരൊക്കെ ചേർത്തപ്പം കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്നങ്ങ് മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പൊതുവേ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങാറില്ല, വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പം നല്ലൊരു സ്പൈസ് മസാല ആയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഫ്ലെയിം ഞാനിപ്പം ലോ ആക്കി വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് ദം ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി കുറച്ച് മാത്രം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് കുറച്ചായിട്ട് അങ്ങ് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ചോറ് നിരത്തി ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് ഗരം മസാല ഈ ചോറിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പൊരിച്ച ഉള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വിതറി കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ചോറ് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഒരു 2 ലെയറോളം ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതേപോലെ തന്നെ പൊരിച്ച ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കറിവേപ്പില, മല്ലിയില, പുതിനയില എല്ലാം കൂടെ അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ചെറിയൊരു ഹോൾ, ആ ഒരു നമ്മുടെ ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് ഹോള് പോലെ ആക്കിയാൽ മതി. എന്തിനാണെന്ന് വെച്ചാൽ അടിയിലുള്ള ആവിയൊക്കെ മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ശരിക്കും ഒരു അരമണിക്കൂറായിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കുടുക്കാച്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം കുടുക്കൻ്റെ സ്റ്റൈലൊന്നും നോക്കണ്ട, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇനി ഇത് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മിക്സാക്കിയിട്ട് മസാലയും ചോറും മിക്സാക്കിയിട്ട് സെർവ് ചെയ്യുക. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയും സെർവ് ചെയ്യുക. അപ്പം ഞാനിപ്പം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരുമിച്ച് മിക്സാക്കി മസാലയും ചോറും മിക്സാക്കിയിട്ട് എടുക്കുന്നില്ല, സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതിലുള്ള ആ ബേ ലീഫ് ബിരിയാണി അല്ല അതൊക്കെ അങ്ങ് മാറ്റിയേക്കാം. എന്നിട്ട് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് പ്ലേറ്റിലേക്കിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ചോറും മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല തൈര് റൈത്ത, പിന്നെ അതുപോലെ തന്നെ കാന്താരി ഇട്ടിട്ടുള്ള മാങ്ങാ അച്ചാറും നല്ല ടേസ്റ്റിയാണ്. അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുടുക്കാച്ചി ബിരിയാണി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. പിന്നെ ഞാനിപ്പോൾ ഇത് ചെറിയ അരി കൊണ്ട്, അതായത് ജീരകശാല അരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതല്ലാണ്ട് നമുക്ക് ബസ്മതി റൈസ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അത് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം, പ്രോൺസിൻ്റെത് ചെയ്യാം, മട്ടൺ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പം ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പം മട്ടണും ബീഫും ഒക്കെ ആകുമ്പം കുറച്ചധികം സമയം വേവാനായിട്ട് ആവശ്യമാവും. ചിക്കൻ പ്രോൺസൊക്കെ ആകുമ്പോൾ അത്ര സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ബീഫും മട്ടണും ഒക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ തന്നെ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഈ കുടുക്കയിലിട്ട് മസാല ആക്കിയെടുത്താൽ മതി. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരുമിച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. പുതിയ റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം. അൺടിൽ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.